ആൺപിള്ളേർക്ക് 8-10 പിള്ളേരുണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് 5, 1, 1.5 ആയിട്ട് നിൽക്കുക. അതിന് മാറ്റം ഉണ്ടാകണം. നേതാക്കന്മാർക്ക് അത് പറ്റണം, ബിഷപ്പുമാർക്ക് പറ്റണം, പാസ്റ്റർമാർക്ക് പറ്റണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ വിളിച്ചിട്ട് പറയണം, ഇതിങ്ങനെ സമൂഹം ഇല്ലെന്നായി പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4-5 മക്കളുണ്ടാകണം. ആദ്യത്തെ 1-2 കാരണവന്മാര് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ബാക്കിയുള്ളതിന് എല്ലാ ചെലവുകളും സഭാ നേതൃത്വം കൊടുക്കണം. കൊടുത്തേ പറ്റുള്ളൂ. ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ ജനം ഫണ്ട് തരും. അവരുടെ ഹോസ്പിറ്റലുകളിൽ ഈ 3, 4 ഒക്കെ പ്രസവം വരുമ്പോൾ അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണം. എന്റെ പൊന്നാരച്ചായ, ഇതിനകത്തൊന്നും ബിഷപ്പിന്റെ ആഹ്വാനമോ സഭയുടെ സപ്പോർട്ട് ഒന്നും വേണ്ട. സ്ഥിരമായി തിന്നുന്ന ഉണക്കമീനും കപ്പയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതുപോലെ ഈന്തപ്പഴത്തിന്റെ അകത്ത് ബദാം വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് കഴിക്കുക. അതുപോലെ തന്നെ മാതളനാരങ്ങ, ഇപ്പം മാതളത്തിന് 140 രൂപ ഉള്ളു വില. ഇഷ്ടംപോലെ മുതലുണ്ടല്ലോ, മേടിച്ച് തിന്നുക, വീട്ടിലോട്ട് പോവുക. ഇതൊക്കെ ആവശ്യമുള്ളതേ. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഓർത്ത് ആശങ്കപ്പെടാതിരിക്കുക, മനസ്സെപ്പോഴും ഹാപ്പിയാകുക. വീട്ടിൽ വരുമ്പോൾ ഭാര്യനെയും മക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവർക്ക് മക്കളുണ്ടാകുന്ന ആ ഒരു സങ്കടത്തെ നമ്മൾ ജീവിക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും പ്രത്യുൽപാദനത്തിനുള്ള ഒരു ആഗ്രഹം തൊലയൊന്നും വരത്തില്ല. ഇതല്ലേ എന്നെ കണ്ടില്ലേ, എല്ലാം ഒന്നാന്തരം മാതം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈന്തപ്പഴം കണ്ട നല്ല കൂടിയ ഈന്തപ്പഴം, ഉണക്ക ഈന്തപ്പഴം കിട്ടും. അത് ഇന്ന് അതിനെക്കാട്ടും നല്ല ഉണക്കമീൻ തിന്നുന്ന നല്ല കൂടിയ ഈന്തപ്പഴം, മുന്തിയ ഈന്തപ്പഴം. ഈ ലുലുവിലൊക്കെ പോയ 1 കിലോ 2000 രൂപ വിലയുള്ള ഈന്തപ്പഴം ഉണ്ട്. അതിനകത്ത് ഇതുപോലെ ഒന്നില്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് അല്ലെങ്കിൽ ബദാം പോലുള്ള സാധനം വെച്ചിട്ട് ഒരു സഭയുടെ സപ്പോർട്ടും വേണ്ട, ഒരു ബിഷപ്പിന്റെ ആവശ്യമില്ല. ചാറ പറ. അപ്പൊ എങ്ങനെയാ തുടങ്ങില്ല നമ്മള്? ഈ 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ ജീവിച്ചിരിക്കണ്ടെങ്കിൽ ഒരു 10 പ്രസവിക്കും, 45-46 ആകുമ്പോ. അങ്ങനെ എത്രയോ 10 പറ്റവരെ എനിക്കറിയാം.